വട്ടിയൂർക്കാവ് എം.എൽ.എ ആയ വി.കെ. പ്രശാന്തിനോട് ആർ. ശ്രീലേഖ ഒരു കാര്യം ആവശ്യപ്പെട്ടിരിക്കുകയാണ്. വി.കെ. പ്രശാന്തിൻ്റെ എം.എൽ.എ ഓഫീസ് എത്രയും പെട്ടെന്ന് അവിടെ നിന്നും ഒഴിഞ്ഞുകൊടുക്കണം. അതെ, കേട്ടത് ശരിയാണ്. എം.എൽ.എ ഓഫീസ് ഒഴിഞ്ഞുകൊടുക്കണമെന്നാണ് ശാസ്തമംഗലം കൗൺസിലറായ ആർ. ശ്രീലേഖ പറയുന്നത്. ഇനി അറിഞ്ഞുകൂടാത്തവർക്ക്, ശാസ്തമംഗലം വാർഡെന്ന് പറയുന്നത് വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലത്തിൻ്റെ അകത്തുള്ളൊരു വാർഡാണ്. അവിടുത്തെ കൗൺസിലറാണ് ഇപ്പോൾ ആർ. ശ്രീലേഖ എന്ന് പറയുന്ന വ്യക്തി. വി.കെ. പ്രശാന്ത് ആകട്ടെ അവിടുത്തെ എം.എൽ.എ ആണ്. ഇനി എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയാനുള്ള കാരണം? ഇതിന് അധികാരം ആർ. ശ്രീലേഖയ്ക്കുണ്ടോ എന്നായിരിക്കും നിങ്ങളുടെ സംശയം. അതിന് കാരണം എന്തെന്ന് പറഞ്ഞാൽ, ഈ കെട്ടിടം വാടകയ്ക്ക് കൊടുത്തിരിക്കുന്നത് തിരുവനന്തപുരം നഗരസഭയാണ്. തിരുവനന്തപുരം നഗരസഭ വിജയിച്ചത് BJP-യും. അങ്ങനെയിരിക്കെ കഴിഞ്ഞ തവണ കൗൺസിൽ കൂടിയപ്പോൾ തീരുമാനിച്ചപ്പോൾ അത് CPM ഭരണത്തിലായിരുന്നു. പക്ഷെ ഇപ്പോൾ ഭരണം BJP-യുടെ പക്കലാണ്. നേരത്തെ കൗൺസിൽ തീരുമാനിച്ചത് വി.കെ. പ്രശാന്ത് എം.എൽ.എക്ക് അവിടെ മാർച്ച് വരെ തുടരാൻ സാധിക്കും. അതായത് അടുത്ത തദ്ദേശ തെരഞ്ഞെടുപ്പ് മാർച്ച് ഏപ്രിലാണല്ലോ, അതുവരെ തുടരാൻ സാധിക്കും. ഒരു എം.എൽ.എക്ക് വാടകയ്ക്ക് ഒരു കെട്ടിടം കൊടുക്കുന്നത് നഗരസഭയാണ്. അതിന് പരമാവധി അവർ ഈടാക്കുന്ന രൂപ 8,000 രൂപ വാടകയാണ്, 8,000 rupees. ഇവിടെ അങ്ങനെ വി.കെ. പ്രശാന്ത് നഗരസഭയുടെ ഒരു കെട്ടിടം വാടകയ്ക്കെടുത്താണ് ഓഫീസ് പ്രവർത്തിപ്പിക്കുന്നത്. എന്നാൽ ആർ. ശ്രീലേഖയ്ക്ക് എന്തിനാണ് ഈ ഓഫീസ്? തനിക്ക് തൻ്റെ ഓഫീസ് അവിടെ സൗകര്യപ്രദമായി പ്രവർത്തിക്കാൻ വേണ്ടിയാണ് വി.കെ. പ്രശാന്തിനോട് ഒഴിയണമെന്ന് ഇപ്പോഴാവശ്യപ്പെട്ടിരിക്കുന്നത് എന്നാണ് നമുക്കറിയാൻ സാധിച്ചത്. എന്നാൽ വി.കെ. പ്രശാന്ത് ഒരു കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്: ഓഫീസ് ഒഴിഞ്ഞു കൊടുക്കേണ്ടതില്ല എന്ന്. കാരണം മാർച്ച് വരെ അദ്ദേഹത്തിന് അവിടെ കണ്ടിന്യൂ ചെയ്യാൻ, തുടരാനുള്ള അധികാരവും അനുവാദവുമുണ്ട്. പക്ഷേ ഇൻ കേസ് ഇതിപ്പോൾ BJP കൗൺസിലാണ് തിരുവനന്തപുരം നഗരസഭ ഭരിക്കുന്നത്. കൗൺസിൽ മറിച്ചൊരു തീരുമാനം എടുക്കുകയാണെങ്കിൽ വി.കെ. പ്രശാന്തിന് ഒഴിഞ്ഞു കൊടുക്കേണ്ടി വരുമോ എന്നതാണ് ഇപ്പോഴത്തെ ചോദ്യം. അതായത് BJP ഭരിക്കുന്ന കൗൺസിൽ തീരുമാനിക്കുകയാണ് വി.കെ. പ്രശാന്ത് എം.എൽ.എക്ക് കൗൺസിലറായ ആർ. ശ്രീലേഖയ്ക്ക് വേണ്ടി അത് ഒഴിഞ്ഞു കൊടുക്കേണ്ട ആവശ്യം വരുമോ കൗൺസിൽ തീരുമാനമെടുത്താൽ എന്നാണ് പലരുടെയും സംശയം. ഇതിന് കൂടുതൽ വാർത്തയ്ക്കായി ആർ. ശ്രീലേഖ ഒന്നും പ്രതികരിച്ചിട്ടില്ല. ഇന്ന് പല ന്യൂസ് ചാനലുകളിലുമായി വി.കെ. പ്രശാന്ത് ചില പ്രതികരണങ്ങൾ നടത്തിയിട്ടുണ്ട്. അതായത് ഇന്ന് ഞായറാഴ്ച കുറച്ച് പ്രതികരണങ്ങളൊക്കെ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. മാതൃഭൂമി ന്യൂസ് ഉൾപ്പെടെയുള്ള ന്യൂസിൽ ആ വാർത്തകൾ വരുന്നുണ്ട്. ഞാനൊരു വാർത്ത വായിക്കാം. കൗൺസിൽ തീരുമാനപ്രകാരമാണ് പ്രശാന്തിൻ്റെ ഓഫീസ് വാടകയ്ക്ക് ഇവിടെ പ്രവർത്തിപ്പിക്കുന്നത്. അടുത്ത മാർച്ച് വരെ ഇതിൻ്റെ കാലാവധി ബാക്കിയുണ്ട്. കെട്ടിടം ഒഴിപ്പിക്കാൻ BJP-ക്ക് ഭൂരിപക്ഷമുള്ള കൗൺസിൽ തീരുമാനിച്ചാൽ എം.എൽ.എക്ക് ഓഫീസ് ഒഴിയേണ്ടി വരുമെന്നാണ് ഒരു വാർത്ത ഞാൻ വായിക്കുന്നത്. കൗൺസിലർക്ക് കോർപ്പറേഷൻ കെട്ടിടം ഓഫീസ് വേണമെങ്കിൽ മേയർ വഴിയാണ്, ശ്രദ്ധിക്കുക, മേയർ വഴിയാണ് അതിന് അനുവാദം നൽകുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ചോദിക്കും, ഇപ്പോഴത്തെ മേയർ ആരാണ്? ആര്യ രാജേന്ദ്രനല്ല. ഇപ്പോഴത്തെ മേയറുടെ പേര് VV രാജേഷ്. VV രാജേഷ് ഒരു BJP-യുടെ ജനപ്രതിനിധിയാണ്. അദ്ദേഹം മേയറാണ്, ആര്യ രാജേന്ദ്രനല്ല. അതുകൊണ്ട് തന്നെ വി.കെ. പ്രശാന്തിന് കെട്ടിടം ഒഴിയേണ്ട ആവശ്യമുണ്ടോ ഇല്ലയോ? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് സെക്ഷനിൽ പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.